ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ സ്കിൻ കെയർ, അതായത് ഇടയ്ക്ക് ചെയ്യാവുന്നതല്ല, ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നമ്മളുടെ കുറേ പാർലേഴ്സിലൊക്കെ ഓഫർ 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 എന്ന് പറഞ്ഞ്, സമ്മർ ഓഫർ എന്ന് പറഞ്ഞാൽ കുറേ വരുന്നുണ്ട് ഇല്ലേ? ഈ പറയുന്ന എന്താ പറയുക, ഫേഷ്യൽസ്, അതുപോലെ തന്നെ ക്ലീനപ്പ് ഒക്കെ. സോ ഞാൻ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ എന്ന് പറയാം, ക്ലീനപ്പ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അപ്പം എന്തായാലും നമുക്ക് ഈ പാർലറിൽ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് നമുക്ക് ആ സംഭവങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ആ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല പറയുന്നത്. ഇപ്പം നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാർലറിൽ പോയി ഇത്ര എമൗണ്ട് നമ്മൾ കൊടുത്തിട്ട് കഴിഞ്ഞാലും ആ ഒരു സമയം അത്ര തന്നെയുള്ളൂ. പക്ഷേ ഈ പ്രൊഡക്ട്സുകൾ വെച്ചിട്ട് നമുക്ക് എത്രയോ തവണ നമുക്ക് എന്ത് ചെയ്യാം, ഫേഷ്യലൊക്കെ ചെയ്യാം. സോ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് നിങ്ങൾക്ക് ഏത് ക്ലെൻസിങ് മിൽക്ക്, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്ലെൻസിങ് മിൽക്കാണ്, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആയൂറിന്റെ ഹെർബൽ ഡീപ്പ് പോർ ക്ലെൻസിങ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. സംഭവം നമുക്ക് വേണമെങ്കിൽ മേക്കപ്പ് റിമൂവർ ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ജെന്റ്ലി മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സംഭവം നമ്മുടെ ഫേസിൽ അധികം വെച്ചിരുന്ന പിമ്പിൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ പിമ്പിൾസ് ഒക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ നോക്കണം. സോ ഫസ്റ്റ് ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് എടുക്കുക. ദെൻ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഇങ്ങോട്ടും മസാജ് ചെയ്യരുത്, മേലോട്ട് തന്നെ മസാജ് ചെയ്തോളൂ. എനിക്ക് ആദ്യം ഡബിൾ ചിഹ്നം ഉണ്ടായിരുന്നു. തടിയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെയോ സംഭവം വന്നു. അത് ഞാൻ വിചാരിച്ചു അതൊന്നും പോവില്ല, നമുക്ക് നമ്മളുടെ ഓരോ ഏജ് അനുസരിച്ച് അത് അവിടെ നിൽക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം പോയിട്ടാ. എനിക്ക് തോന്നുന്നത് വെയിറ്റ് ലോസ് ഒക്കെ വന്നാൽ പിന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ തന്നെ പോയി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ എന്ത് ചെയ്യണോ, നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 3 to 5 minutes അങ്ങനെ അത്രേ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അധികമായി കഴിഞ്ഞാലും പൊട്ടയാണ്, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ നമുക്ക് നന്നായി മസാജ് ചെയ്യാം. എനിക്കിപ്പോ ചെറുതായിട്ടൊക്കെ വൈറ്റ് ഹെഡ്സ് വന്നു തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചത്. പാർലറിൽ പോയി ചെയ്യണം. എനിക്കിങ്ങനെ വൈറ്റ് ഹെഡ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും ഒരു ആള് വേണം. എനിക്ക് തന്നെ അധികം പറ്റത്തില്ല, കാരണം നല്ല പെയിൻ ആയിരിക്കും. എനിക്ക് അത് കുറച്ചുകൂടി പാർലറിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട്. പിന്നെയൊക്കെ ഈ മസാജ് ഒക്കെ അത്യാവശ്യമൊക്കെ നമുക്ക് ചെയ്യാം. ഇതിന്റെ കാര്യമൊക്കെ ഇങ്ങോട്ട് പോകുന്നു കണ്ട. മേക്കപ്പ് റിമൂവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, മേക്കപ്പ് ഒക്കെ പോടുന്നുണ്ടെങ്കിൽ ഈ സംഭവം വാങ്ങിച്ചു വെച്ചാൽ മതി. പെട്ടെന്നായിട്ട് നമ്മുടെ മുഖത്ത് മേക്കപ്പ് ഒക്കെ റിമൂവ് ആയി പോകും കേട്ടോ. യൂസ് ചെയ്യുന്നത് ഡോക്ടർ റേഷലിന്റെ ഡീടാൻ സ്ക്രബാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സൂര്യനെ കാണുന്നില്ലേ, ഇപ്പോഴത്തെ ഈ സൂര്യന്റെ വെളിച്ചവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഡീടാൻ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നതാണ്. ഒരുവിധം നല്ലതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സ്ക്രബ് ഉണ്ടല്ലോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാ. പിന്നെ എത്ര വരുന്നു, ഒരു 225 rupees ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എത്ര വലിയ ബോട്ടിലൊക്കെ കിട്ടും. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട്. പിന്നെ ഇത് ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ പാരബൻ SLs ഫ്രീ ആണ്. അതുപോലെ തന്നെ 100% നാച്ചുറൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സംഭവം അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഒരുവിധം ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാനും നമ്മളുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും അടിപൊളിയാ. സോ ഇത് വന്നിട്ട് നമ്മളൊരു 10 minutes സ്ക്രബ് ചെയ്യണം. അപ്പൊ ഞാൻ സ്ക്രബ് ചെയ്തിട്ട് വന്നിട്ട് കാണിച്ചേ. സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത് പോയിട്ട് കഴുകി വന്നിട്ട് നമുക്ക് പാക്ക് ഇടാം. ഡോക്ടർ റേഷലിന്റെ തന്നെ പാക്ക് ആണ് ഇടാൻ പോകുന്നത്. അതും കോക്കനട്ട് ഫേസ് പാക്ക്. സംഭവം വന്നിട്ട് സാധാരണ ഡീടാൻ ഇടാറ്. ഏറ്റവും നല്ലത് ഈ സമയത്ത് ഡീടാൻ ആണ്. പക്ഷെ എനിക്ക് ഡീടാനേക്കാളും കുറച്ചുകൂടിയും മാറ്റം തോന്നുന്നത് ഈ കാണുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയാ, അത്യാവശ്യം റിസൾട്ട് തോന്നിയിട്ടുണ്ട്. ഫേസ് വെളുത്തിട്ട് പാറെന്നൊക്കെ പറയുന്നത് ചുമ്മാട്ടോ, അങ്ങനെയൊന്നല്ല. നമ്മൾ എന്താ പറയാ, ഫേസിൽ നല്ല മാറ്റം വരാറുണ്ട്. അതായത് ആ ഒരു ഗ്ലോ, പിന്നെ ഫേസിൽ കുറച്ചൊക്കെ ഡിഫറെന്റ്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ഇതിട്ടിട്ട് വരാം.
എനിക്ക് നല്ല നീറ്റുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് ഇങ്ങനെ പാക്ക് ഇടുമ്പോൾ നല്ല നീറ്റം വരാറുണ്ട്. അതെന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ എന്താ പറയാ പച്ചമുളകിന്റെ ഒക്കെ ഒരു ഇതില്ലേ, ചുണ്ടുമ്മയൊക്കെ ആവില്ലേ, ആ ഒരു നീറ്റം എനിക്ക് സെയിം എക്സാക്ട് വരാറുണ്ട്. പക്ഷേ എന്നാലും പാക്ക് എന്താ പറയാ അതിട്ടിട്ട് നിങ്ങൾക്ക് വരണ്ടാന്ന് ഒരിക്കലും വിചാരിക്കരുത്. സംഭവം ഇതിന് ഇങ്ങനെ തന്നെയാണ്. സോ കട്ടിക്കന്നെ ഇട്ട് കൊടുക്കുക, ദെൻ ഉണങ്ങാനായിട്ട് വിട്ടു കൊടുക്കുക. ഞാൻ ഇവിടെയും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്തേ, ഇച്ചിരിയും കൂടി എവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാവും. ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം കേട്ടോ. പാക്കിനെ ഉണങ്ങാൻ വിടുക. പ്രത്യേകിച്ച് മാക്സിമം നിങ്ങൾ സംസാരിക്കാണ്ടിരിക്കാന്ന് പറയാം. പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക. നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. എന്തായാലും ഇതൊന്ന് ഉണങ്ങി സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. സോ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ക്രാക്ക് ആവും എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അന്നേരം കൂടി ഇനി ആരെങ്കിലും പറഞ്ഞല്ലേ ക്രാക്ക് ആവണ്ട. ഇപ്പം എന്തായാലും ഉണങ്ങിയിട്ട് കാണേ. ഫേസ് ഓൾമോസ്റ്റ് ഒക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കഴുകിയിട്ട് നോക്കാം. ഫൈനലി നമ്മളത് ചെയ്തതിന് ശേഷം ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഇനി എനിക്ക് ടോട്ടലേക്ക് ഒന്ന് കുളിക്കണം. സോ ഒരു ഗ്ലോ, അതായത് ഒരു ഇന്നർ ഗ്ലോ, നമുക്കൊരു ബ്രൈറ്റൻ കിട്ടും. അല്ലാണ്ട് വെളുത്തിട്ട് പറയാന്നല്ല, നമ്മുടെ ഫേസിലെ ഈ ടാനും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയാൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ചേഞ്ചസ് ഉള്ളു. അപ്പോൾ ഇന്ന് എത്ര വീഡിയോ ഉള്ളൂ. ബൈ.